യെസ്, ഗുഡ് ഈവനിങ്. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അന്താരാഷ്ട്ര വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക റദ്ദു ചെയ്തതിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ അതിനെ ന്യായീകരിച്ച് രംഗത്തെത്തുകയാണ്. ഗവൺമെൻറ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനത്തെയാണ് $21 മില്യൺ ഗ്രാൻറ്റ് റദ്ദാക്കാനുള്ള തീരുമാനത്തെയാണ് ട്രംപ് ന്യായീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് വൈറ്റ് ഹൗസ് മനുഷ്യരെ ചങ്ങലക്കിടുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവിടുകയാണ്. അപ്പോൾ അമേരിക്ക ലോകത്തോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്ത്യ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ പൊതുവേദിക്ക് ധാരാളം വിദേശത്ത് പ്രേക്ഷകരുണ്ട്. അവർക്കൊക്കെ ഈ വിഷയത്തിൽ വളരെ നിർണായകമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ബാലരാമപുരത്ത് നിന്ന് ശരത്താണ്. ശരത്ത്, ഈ കൺസോർഷ്യം ഫോർ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ് എന്ന ഇന്ത്യയിൽ ഈ CEPPS വേണ്ടിയാണ് പ്രവർത്തിക്കുന്ന CEPPS വേണ്ടിയാണ് ഈ സാമ്പത്തിക സഹായം അമേരിക്ക അനുവദിച്ചിരുന്നത്. അപ്പോൾ ആ സാമ്പത്തിക സഹായം റദ്ദു ചെയ്തിരിക്കുന്നു. ആ റദ്ദു ചെയ്തതിന് ട്രംപ് അംഗീകരിക്കുന്നു. ചങ്ങലക്കിട്ട മനുഷ്യരുടെ പടങ്ങൾ വയ്ക്കുന്നു. ഈ അടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് ഏതെങ്കിലും തരത്തിൽ കരുതേണ്ടതുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ സാമ്പത്തികമായിട്ടും അല്ലാതെയും അണവുപരമായിട്ടും പല കരാറുകളും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയില് നല്ല അയൽക്കാരുണ്ടെങ്കിലേ നല്ല സ്നേഹം ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അയൽക്കാർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച വരുന്നതിനെ പറ്റി അങ്ങനെ ഒരു ചിന്താഗതി ശരിയല്ലല്ലോ ഒരിക്കലും. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ശാന്തമായ രീതിയിൽ പരിഹരിക്കപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അതാണ് ശരത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് 21 ദശലക്ഷം രൂപയാണ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾ അവർക്ക് ഈ പണം നൽകുകയായിരുന്നു എന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യക്ക് ധാരാളം പണമുണ്ട്. അവർ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അവരുടെ താരിഫുകൾ വളരെ ഉയർന്നതാണ്. അത് ഞങ്ങൾക്ക് പ്രയാസമാണ് എന്ന് പറയുന്നു. അപ്പോൾ ട്രംപ് ഒരുപക്ഷെ ഇന്ത്യയുടെ മുകളിൽ ചില സാമ്പത്തിക തന്ത്രങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യ ഏത് തരത്തിലുള്ളൊരു പ്രതിരോധമാണ് നടത്തേണ്ടത് എന്നത് വളരെ നിർണായകവുമായി വരികയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇത് നമസ്കാരം. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഒരു പുതിയ അമേരിക്കൻ നയം നമുക്കുണ്ടാകേണ്ടതുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ട്രംപ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നും. അതുകൊണ്ട് ഇന്ത്യക്ക് മറ്റു സഹായങ്ങളൊന്നും അങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയിലെ അപ്പൻ, അത് കാര്യം വേറെ. അങ്ങനെ നമ്മളങ്ങനെ പെട്ടെന്ന് അണുബോംബ് പരീക്ഷിച്ച സമയത്ത് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് പോലും നമ്മൾ പുല്ലുപോലും വകവച്ച ഒരു രാജ്യമൊന്നുമല്ല. അവർക്ക് തന്നെ അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും കാണിക്കുന്ന, അതിനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു രാജ്യമാണ്. അതിനുള്ളൊരു ഭരണാധികാരിയാണ് ഇരിക്കുന്നത്. അതിനുള്ള ചങ്കൂറ്റുള്ള ഒരു രാജ്യമാണ്. മറ്റുള്ളവരെ കണക്ക് പേടിച്ച് അങ്ങനെ പിന്മാറിപ്പോകുന്ന ഒരു രാജ്യമൊന്നുമല്ല. അതുകൊണ്ട് ഒന്നുമല്ല. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളിൽ കൂടെയൊക്കെ സുഖമായിട്ട് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ പറയും പോലുള്ള കുട്ടി ഈ കിടന്ന് വെള്ളം ഉണ്ടാക്കും പോലെ അതൊന്നുമില്ല. ട്രംപ് ഈ പുത്തനച്ചി പരപ്പുറം തൂക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഈ ട്രംപ് കയറി വന്ന ആ സമയത്തുള്ള ഒരു ബഹളമാണ്. ഇതൊക്കെ 4 ഭാഗത്തുനിന്ന് ട്രംപിനെതിരെ ഇപ്പൊ തന്നെ പല രാജ്യങ്ങളും ഒരുപാട് ഇത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തുനിന്ന് വരുമ്പോ ഇതൊരു ട്രംപ് തനിയെ അയഞ്ഞങ്ങ് മാറും. അല്ലാതെ ഈ പെട്ടെന്നുള്ള ഒരു കയറി വന്നതിന്റെ ഒരു ഇളക്കമാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവരെ തന്നെ നമ്മളിപ്പോ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലല്ല ഇപ്പൊ ഇന്ത്യ പോകുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മളേതായ രീതിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ
ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യെസ്, ഓക്കെ, വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇലിയാസ് വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ഇലിയാസ്, നമസ്കാരം സാറേ. നമസ്കാരം. സാറിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ശ്രീ ഇലിയാസ് എന്നെ വിളിക്കാത്തതല്ലേ? ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചു. ഇന്നലെ വിളിച്ചിട്ട് ഒന്നും കിട്ടണില്ല സാറിനെ. അതെയോ? ഞാൻ അതിന് മുന്നേ ഒരാഴ്ച അവധിയെടുത്ത് പോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് ദിവസമായി. ഏതായാലും ഇലിയാസുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ പെൻഷന്റെ കാര്യം എന്തെങ്കിലും ചെയ്യണല്ലോ സാറേ. നമുക്കതൊന്ന് ഒരു ചെറു ചർച്ചയ്ക്കെടുക്കാതെ ഒരു വിഷയം വരണം അല്ലേ? ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും ഇലിയാസുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ ബാലരാംപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവദാസൻ, നമ്മുടെ ഇന്ത്യ സർക്കാർ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സൂപ്പർ ലക്ഷറി ടാക്സുകളൊക്കെ കുറച്ച് കുറയ്ക്കണം എന്ന നിലപാട് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ഉണ്ടാകാം. അതൊക്കെ നമ്മുടെ ബജറ്റിൽ ചെറിയ ആനുകൂല്യങ്ങൾ പറ്റാവുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്ക ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാൻ തുനിയുന്നു എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. അമേരിക്ക എടുക്കുന്ന തീരുമാനം ഇന്ത്യക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇന്ത്യ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. പണ്ടത്തെ ഇന്ത്യയല്ല. രണ്ടാമത്തെ വിഷയം, അമേരിക്ക ഇഷ്ടംപോലെ കുടിയേറ്റക്കാരുണ്ട് ഇന്ത്യയിൽ നിന്നും. അപ്പൊ ഇന്ത്യയിലുള്ള അധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്ന് ഇന്ത്യൻ എംബസിക്കും ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രധാനമന്ത്രിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയിൽ പറയാൻ നമ്മൾ ഒരുപാട് മടിക്കുന്നുണ്ട്. ഇത് സത്യമായ കാര്യമാണ്. കാലിഫോർണിയ എന്നൊരു സ്ഥലത്ത് ഇന്ത്യക്കാർ തന്നെ 10-18,000 പേര് അധികൃതമായി എനിക്കറിയാം. എന്റെ ഫ്രണ്ട്സുകൾ തന്നെ അവിടെ ഒത്തിരി പേരുണ്ട്. അതേപോലെ അമേരിക്ക, ടെക്സസ്, മുത്തിക്ക, സെന്റോസ് എന്നൊക്കെ സ്ഥലങ്ങളിൽ കണ്ടമാന കുടിയേറ്റക്കാരുണ്ട്. അവരെയൊക്കെ നാട്ടിൽ അയക്കുമ്പോൾ ഒരു കൊലപാതകളുണ്ട്, ക്രിമിനൽ കേസ് പുള്ളികളുണ്ട്. അപ്പൊ അവരെയൊക്കെ അവിടെ നിയമം അനുസരിച്ചാണ് വെൽകോച്ച് അയക്കുന്നത്. അത് അയച്ചോട്ടെ, അത് രാജ്യത്തിന് ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ അമേരിക്ക ബന്ധം, ഇന്ത്യ ബന്ധം എന്തിനെ കാണിച്ചാലും ഇവിടെ മേടിക്കാനൊന്നുമില്ല. ഇന്ത്യക്ക് നല്ല ശേഷിയുണ്ട്. കാർഷിക രംഗത്ത് ഒരു കഴിവുള്ള ആൾക്കാരുടെ ഉള്ളത്. ഇവിടെ ഇന്ത്യക്കാർ ഒരുമിച്ച് ശ്രമിച്ചാൽ ഇന്ത്യയെ പോലെ ജയിക്കുന്ന ഒരു രാജ്യം കാണുകയില്ല. പിന്നെ അമേരിക്കയിലെ ഏറ്റവും ഡോക്ടറാണ്. ലോകത്തിൽ വലിയ ഡോക്ടറാണ്. ഇന്ത്യൻ മലയാളി കോട്ടയത്തുകാരാണ്. അത് അവർ മനസ്സിലാക്കണം. അവരെയൊക്കെ ഒന്ന് അവർ അണക്കാത്തുണ്ട്. ഇതൊക്കെ ട്രംപിന്റെ ആദ്യ ചാട്ടമാണ് സാർ. ഇത് ഒരു ചുക്ക് നടക്കില്ല. പിന്നെ അവൻ ചാടിട്ട് ഒരു പട്ടിയെ കെട്ടിയിടുമ്പോഴേ അവർക്ക് ഇടുമ്പോൾ ഒരു ഓട്ടമുണ്ട്. അത് കുറച്ചാൾ ഓടും. അത് രംഗത്ത് കഴിയും. അവിടെയൊന്നും നമ്മൾ ഇന്ത്യ മഹാരാജ്യം പേടിക്കുകയൊന്നുമില്ല. നമുക്ക് നട്ടലുണ്ട്, കഴിവുണ്ട്, മുമ്പോട്ട് പോകും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ സന്തോഷം താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞു. കുട്ടമ്പിള്ള എന്നോട് പറയുന്നത് കുപ്രസിദ്ധ ഭീകര തലവന്മാരുടെ ചിത്രങ്ങൾ ആനപ്പഴുത്ത് എഴുന്നള്ളിച്ച കാര്യം ചർച്ചാ യോഗ്യം അല്ലാത്ത വിഷയമായതുകൊണ്ടാണോ അമേരിക്ക വിഷയം എടുത്തത്? കുട്ടമ്പിള്ള ന്യൂസ് 18 പൊതുവേദി സ്ഥിരമായി കാണുന്നില്ല എന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. കാരണം ഈ എഴുന്നള്ളിച്ച സംഭവത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്തത് അത് ന്യൂസ് 18 പൊതുവേദിയാണ്. പൊതുവേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അന്ന് വിളിച്ച പ്രേക്ഷകർ പലരും പറഞ്ഞത് ഈ വാർത്ത എന്താണെന്ന് പരതി നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ അത് കിട്ടുക പോലും ചെയ്തില്ല. പിന്നെ അവിടെ വിളിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് മനസ്സിലാക്കി എന്നതാണ്. അപ്പോൾ ആദ്യം ആ വിഷയം ചർച്ച ചെയ്ത നമ്മുടെ ന്യൂസ് 18 പൊതുവേദിയെ കുട്ടൻപിള്ള ഇത് ചർച്ച ചെയ്യാത്ത സംവിധാനമാണ് എന്ന് പറയുന്നത് വല്ലാത്ത വിഷമമാണ്. നമ്മുടെ പൊതുവേദിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ 2-3 ദിവസമായിട്ടുള്ളൂ ഈ വിഷയം ചർച്ച ചെയ്ത് അതിൽ നിറയെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നു. അതെല്ലാം വായിച്ചു. അപ്പോൾ കുട്ടൻപിള്ള അതൊന്ന് ശ്രദ്ധിക്കണം. ഏതായാലും ഇന്ന് പൊതുവേദിക്കൊപ്പം ഉണ്ടല്ലോ, സന്തോഷം തുടക്കം തൊട്ടേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൊതുവേദി പല വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ദിവസം നമ്മൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വിഷയം ചർച്ച ചെയ്തു. എല്ലാ ദിവസവും നമുക്ക് ഒരേ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകൾക്ക് പല പല അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ഹായ് ഗോളാന്തരം വരുന്നു. ഞാൻ ഈ സ്പോർട്സ് ഗുരു എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ ന്യൂസ് 18 പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. യൂട്യൂബിലാണ് കാണുക. രമേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഷൊർണൂറിൽ ഒരു പൊതുപ്രവർത്തകയാണ്. ഒപ്പം അവിടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അവിടുത്തെ ഒരു കൗൺസിലറൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ പൊതുവേദിയുടെ പ്രേക്ഷകരാണ്. പക്ഷേ അവരെ ഒന്നും കാണുന്നില്ലല്ലോ 2 ദിവസമായെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാനൊരു ആഴ്ച അവധിയൊക്കെ ആയതുകൊണ്ട് ഈ
രമേഷ് കുമാറിന് ഒരുപക്ഷെ ഞാൻ വരാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, അദ്ദേഹം പിന്നെ പൊതുവേദിയിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. രമേഷ് കുമാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞ് പൊതുവേദിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് തിലകൻ. തിലകൻ, ഹലോ. ഹലോ. യെസ്, തിലകന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. എന്താണ് സാറേ? അത് എന്നെ ഇടക്കിടക്ക് പൂഴ്ത്തുന്ന ഒരാളാണ്, അത് തന്നെ. നന്മയെ എപ്പോഴും നന്മയും അതുപോലെ തന്നെ സന്തോഷമാണ് സാറിന്. ഞാൻ പറയണത് സാറേ, ഇപ്പൊ കുറച്ചു മുമ്പ് ഒരാൾ പറഞ്ഞില്ലേ ഏതൊരു ചർച്ചയ്ക്ക് എടുത്തില്ല, അത് ശരിക്കും ന്യൂസ് 18 ചർച്ചയ്ക്ക് എടുത്തൊരു വിഷയം തന്നെ ആയിരുന്നു കേട്ടോ, എനിക്കറിയാം. പിന്നെ സാറേ, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതേ 1-2 കാര്യങ്ങൾ. ഒന്ന്, ശ്രേഷ്ഠമായ ഒരു ത്രിവർണ പതാക എന്ന് പറഞ്ഞ കൊടി നമുക്കുണ്ട്. 2, നല്ലൊരു ദേശീയ ഗാനം നമുക്കുണ്ട്. മൂന്നാമതാണ് ഇനി പറയാൻ പോണത്, ലോകത്തിന്റെ സാമ്പത്തിക ശക്തികളിൽ ഒരു 5ാം സ്ഥാനത്താണ് നമ്മളെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? അതെ, നമ്മളിങ്ങനെ കുതിച്ചു മുന്നേറി വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കുറച്ച് കടി നമ്മുടെ ചൈനക്കുണ്ട്. ഇനിയിപ്പോ റഷ്യൻ യുക്രൈൻ വിഷയത്തിന് റഷ്യക്കാരോട് ട്രംപ് ഇടപെട്ടും അത് സോൾവ് ചെയ്യാൻ പോയപ്പോ റഷ്യൻ നമ്മളും തമ്മിൽ നല്ല ടൈംസിലാ അല്ലേ? ഈ റഷ്യൻ നമ്മൾ തമ്മിൽ നല്ല ടൈംസിൽ ഈ ട്രംപ് അറിയാതെ തന്നെ റഷ്യയും നമ്മൾ വേറൊരു ഇതിലേക്ക് നമ്മൾ കുതിച്ചു പോകാൻ പറ്റും. ട്രംപിന് അറിയാം. അപ്പൊ നമ്മുടെ മുന്നേറ്റം തീർച്ചയായിട്ടും വേറൊരു തരത്തിലാണ്. അത് മുന്നേറിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. നമ്മൾ ഏറ്റവും ഉന്നതിയിൽ തന്നെ നിൽക്കും. അതോടൊപ്പം തന്നെ മനുവൽ സാർ, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ പ്രേക്ഷകരൊക്കെ കൂടി നമുക്ക് ഒരു ദിവസം ഒരു ചായ കുടിക്കണമെന്ന് ഓർക്കണ്ടോ? അതെ, നമുക്ക് അതൊന്ന് സംഘടിപ്പിക്കണം. ഇപ്പൊ അതിലൊരു വലിയ തർക്കം വന്നിരിക്കും. ചിലരത് കൊല്ലത്ത് നടത്തണമെന്ന് പറയുന്നു, ചിലർ തിരുവനന്തപുരത്ത് നടത്തണമെന്ന് പറയുന്നു, ചിലരത് എവിടെ വേണി. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം കേട്ടോ. അപ്പൊ ഇന്നത്തെ കൊള്ളാം, ഇങ്ങനെ തന്നെ പോട്ടെ. സാറും ബെസ്റ്റ് തന്നെയാണ്, സാറ് സൂപ്പറാണ്. ഞാൻ സാറിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, ആ ശക്തിയാണ് എന്റെ കരുത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊപ്പം ബാലകൃഷ്ണൻ വടകര ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷെ ഇപ്പൊ സ്ഥിരമായി വിളിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? നമസ്കാരം. എന്താണ് ഇന്നത്തെ വിഷയം തന്നെ ഞാൻ അറിയില്ല സാർ, ഞാൻ പണിത്തിരക്കിലാണ്. അയ്യോ, അത് ശരി. എന്ത് പറ്റി? തിരക്കില്ല? എനിക്ക് മാമ്പഴത്തിന്റെ ഏർപ്പാടുണ്ട് സാർ. അത് ശരി. അപ്പൊ നല്ല മാമ്പഴം ധാരാളം കഴിക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര അല്ലേ? ഞാൻ കഴിക്കില്ല, എനിക്ക് പഞ്ചസാരയാണ് സാർ. ശരി. ഇന്നത്തെ വിഷയം തന്നെ ഞാൻ കേട്ടില്ല. എന്നാ സാർ ഇന്നത്തെ വിഷയം? നമ്മളിന്ന് ഈ ട്രംപിനോട് അമേരിക്കയോട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ നമ്മുടെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ അവർ റദ്ദ് ചെയ്യുന്നു. നമ്മൾ അമിത നികുതി ഏർപ്പെടുത്തുന്നവരാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ആളുകളെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നതിന് കൂടുതൽ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിടുന്നു. നമ്മളിതൊക്കെ എന്ത് തരത്തിലുള്ളൊരു സൂചനയായി പരിശോധിക്കണം എന്നാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതൊരു കണ്ണുകടിയാണ് സാർ. ആണോ? അല്ലാതെ എന്ത് പറയാനാ? ട്രംപ് ഇതിലും വീക്കായ സമയത്ത് പണ്ട് ഓരോ അത് ഏർപ്പെടുത്തിയില്ലേ പൊക്രാനിൽ പൊട്ടിച്ചപ്പോ? പോടാ പുല്ലേ എന്ന് പറഞ്ഞ NDA സർക്കാർ അതിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ NDA സർക്കാരിന് അത്രയൊന്നും പ്രശ്നമില്ല സാർ. പക്ഷേ അന്നത്തെ ആ NDA സർക്കാരിന്, വാജ്പേയി സർക്കാരിന് നല്ല ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അത് വാജ്പേയി തന്നെ പുറത്തു വന്ന് ഞങ്ങളിങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ആ പൊക്കാറണിൽ നടത്തിയ ആ പരീക്ഷണം ഒരു കുഞ്ഞു പോലും അറിയാതെ പൊട്ടിച്ചതിന് ശേഷമാണ് ലോകം ഇങ്ങനെയൊരു സംഭവം നടന്നതെന്ന് വാജ്പേയി ലോകത്തോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർജവം ഇന്ന് നമുക്കുണ്ടോ എന്ന സംശയം വരുന്നതിൻ്റെ ഒരു കാരണം, ചില ഇമ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ നമ്മൾ കുറച്ച് കൊടുത്ത് അമേരിക്കയെ എങ്ങനെയെങ്കിലും പറ്റാവുന്ന തരത്തിൽ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഹൈ കപ്പാസിറ്റി മോട്ടോർ ബൈക്കുകൾ, സൂപ്പർ ലക്ഷറി ഓട്ടോമൊബൈൽസുകൾ, EV ബാറ്ററികൾ, ബർബോൺ വിസ്കി, ഇതിൻ്റെയൊക്കെ വില കുറച്ചൊന്ന് ഇറക്കുമതി ചുങ്കം കുറച്ചു കൊടുക്കാനൊക്കെ ഉള്ളൊരു നീക്കം നടന്നതിനെ എങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര കാണുന്നത്? അതിലൊക്കെ ഒരുപക്ഷെ സത്യം ഉണ്ടായിരിക്കാം സാർ. എല്ലാ രാജ്യങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത്, ഒരു ഗവൺമെന്റ്. അപ്പൊ അതിന്റെ പേരിൽ അതിൽ കുതിര കയറാൻ വന്നാലൊന്നും ഇപ്പൊ നാളെ ഈ രൂപത്തിൽ അവിടെ നിന്നുള്ള പ്രതികരണം വന്നപ്പോൾ നാളെ ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാൻ സാർ. പക്ഷെങ്കിൽ ഇന്ത്യയെ ഒരു വമ്പനും പേടിപ്പിക്കാൻ ഒരു സാധ്യതയില്ല. ഇവിടുത്തെ കുറെ മാധ്യമങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? മാധ്യമങ്ങൾ എവിടെ? എന്താ പ്രശ്നം? എനിക്ക് അതൊന്നല്ല സാർ, എല്ലാ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാവും. ഓരോ മാധ്യമങ്ങൾക്കും ഓരോ തരം രാഷ്ട്രീയവും നിലപാടുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ പാർട്ടി നയങ്ങളൊക്കെ പറയുമായിരിക്കും. നമ്മളിപ്പോൾ അതിനെ
തെറ്റിദ്ധരി. പക്ഷെ പൊതുവേ ചില നിഷ്പക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളും ഒരു വശത്തുണ്ട് അല്ലേ? അതല്ല സാർ, മാധ്യമങ്ങൾ അവർ സന്തോഷിച്ചോട്ടെ, അത് അല്പസമയമേ ആയുസുള്ളൂ. മാധ്യമങ്ങൾക്ക് എന്ത് സന്തോഷം, അവരൊരു വാർത്ത കൊടുക്കുന്നു എന്നല്ലാതെ അതൊന്നല്ല, സന്തോഷിക്കുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ട് സാർ. ഹരിയാനയിൽ ഇതാ താമരത്തണ്ടൊളഞ്ഞു, താമരത്തണ്ടൊളഞ്ഞു, ഒളഞ്ഞു. അത് അങ്ങനെയല്ലേ ബാലകൃഷ്ണൻ. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരു പാർട്ടി മുന്നേറുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളത് ഒരു പാർട്ടി മുന്നേറുക അങ്ങനെ വളരെ ദുർബലനായി പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മളിത് ഹരിയാനയിൽ മാറ്റം വരുന്നു, കോൺഗ്രസ് അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ, പിന്നെ BJP വരുമ്പോൾ അതാ BJP വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അത് ആളുകളെ അതിനത്ര മെജോറിറ്റി ഉണ്ടാവില്ല. അത് സാവധാനം പറയും. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെ വിജയമൊക്കെ ആഘോഷിക്കണ്ടേ? അത് ശരിയാ, അത് ശരിയാ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തിളക്കമാർന്ന വിജയം നേടിയപ്പോൾ ആഘോഷിച്ചില്ല. ഞാൻ അന്നേ പറഞ്ഞ സാറിനോട് ഒരു കാര്യം, അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മോഡിയെ പൂട്ടുവന്നൊരു നമ്മളൊരു ചർച്ച, നമ്മളൊരു സ്റ്റേജിൽ അന്ന് ഞാൻ പറഞ്ഞതാണ് സാർ, ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കെജ്രിവാൾ മോഡിക്ക് ഒരു എതിരാളിയേ അല്ല. അതിപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, അതിൽ സന്തോഷം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ വിഷയം അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരും. ഏതായാലും മൊയ്തീൻ കുഞ്ഞാണ്. മൊയ്തീൻ കുഞ്ഞ്, ഹലോ. നമസ്കാരം. നമസ്കാരം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് നമുക്കൊപ്പം ഇന്ന് ചേർന്നു. പിന്നെ ഈ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സമ്മാനം ഏർപ്പെടുത്തണം. അത് ശരിയാണ് അല്ലേ? ഒരു കാരണം എന്താന്ന് വെച്ചാല് 30 ദിവസവും വിളിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ആരും വിളിക്കുന്നില്ല. ശരി, അങ്ങനെ വന്നാൽ സമ്മാനം ശ്രീ മൊയ്തീൻ കുഞ്ഞിന് കിട്ടും അല്ലേ? അതെ അതെ, നമുക്കൊരു സമ്മാനം ഏർപ്പെടുത്തണം, ഞാനും പറയാതെ. അത് അത്യാവശ്യം. പിന്നെ അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം വെച്ചേക്കണം അടുത്ത്. എന്താ അറിയാം, ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല ഊർജം വേണം. ശരി, അപ്പൊ വെള്ളം ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് ഊർജം. ഓക്കെ, ശരി. നമ്മുടെ മോദി 2 മാസം ഒരിക്കൽ പോയി അമേരിക്കയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നതാ. ഒരു കാരണവശാലും ആ പോക്ക് എന്ന് നിൽക്കുന്നോ അന്നേ നമ്മുടെ ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള ആ ബന്ധം നിലനിൽക്കത്തുള്ളു. ഇപ്പം കണ്ടെയ്നറിനകത്ത് കയറ്റി ഷിപ്പിൽ ഇറക്കി കൊടുത്താലും ഇവിടെ ഇന്ത്യയിൽ സ്വീകരിക്കാനിരിക്കുക ജനങ്ങളെ, അമേരിക്കയിലെ ജനങ്ങളെ, ഇന്ത്യക്കാരെ. കൈവിലങ്ങോ കാലുവിലങ്ങോ ഏത് വിലങ്ങിട്ടാലും നമുക്ക് പ്രശ്നമേ അല്ല. ആ രീതിയിലായിരിക്കുക. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീ മൊയ്തീൻ കുഞ്ഞൊരു സമ്മാനം ആഗ്രഹിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. ഏതായാലും പൊതുവേദിയിൽ സ്ഥിരം വിളിക്കണം, ആ വിളിക്കുന്നതിൽ ഒരു സന്തോഷവും ഉണ്ട്. നമ്മുടെ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ പ്രദീപിൻ്റെ ഒരു പ്രതികരണം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഏജൻസിയാണ് 21 മില്യൺ ഗ്രാൻഡ് അനുവദിക്കുന്ന നടപടി വേണ്ട എന്ന് പറയുന്നത്. പലവിടെയും ഈ USAIDയുടെ പദ്ധതികൾ പുറത്തേക്ക് കൊടുക്കുന്നതെല്ലാം നിർത്താനൊക്കെ ഉള്ള നടപടി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് അനാവശ്യമായി അമേരിക്കൻ നികുതിദായകൻ്റെ പുറത്ത് ഒരു ഭാരമേൽപ്പിക്കേണ്ട എന്ന ട്രംപിൻ്റെ നിലപാടാണ് അതിനൊക്കെ കാരണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം? ഇതൊരു തുടക്കത്തിൽ, ഇപ്പോൾ ചില പ്രേക്ഷകർ പറയുന്നത് തുടക്കത്തിലുള്ളൊരു ചെറിയ എടുത്തുചാട്ടമായിരിക്കാം, പിന്നീട് അത് ശാന്തമായി ഇന്ത്യ അമേരിക്ക ബന്ധം സൗഹൃദത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ. പ്രദീപ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം മിസ്റ്റർ മനു. ഈ അമേരിക്ക എന്നൊരു രാജ്യം, എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണയായ പലരും പറയുന്നു. ഒരുപക്ഷെ അതൊക്കെ അവരുടെ അറിവായിരിക്കാം. അതിനൊന്നും ന്യായീകരിക്കാൻ ഞാൻ ആളല്ല. കാരണം അവനവന്റെ അറിവാണ് അവനവന്റെ ന്യായം. ഇതില് വസ്തുനിഷ്ഠമായി നമ്മൾ നോക്കിയാല് മിസ്റ്റർ മനു, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് എയ്ഡ് കൊടുക്കുക, USAID എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അയാൾ ലോകം മുഴുവനും I think $185 ട്രില്യൺ ഈ ലോകം മുഴുവനും അമേരിക്ക സംഭാവന ചെയ്യുന്നത്. അപ്പോ ഇപ്പോ അത് നിർത്തലാക്കി. എന്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഒരു രാജ്യത്തിനും എയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എയ്ഡ് കൊടുക്കുന്നതെല്ലാം പോകുന്നത് യഥാർത്ഥ കരങ്ങളിലല്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എയ്ഡുകൾ വാങ്ങുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ, രണ്ടാമത് ബംഗ്ലാദേശ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ അറിയാലോ, അവരതിനെ ദുർവിനിയോഗമാണ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനൊപ്പം ഒരു കാര്യം, അമേരിക്ക എന്ന രാജ്യത്ത് നമ്മൾ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഈ ലോകത്തെ എല്ലാ രാജ്യക്കാർക്കും നന്മ വേണം എന്ന് ഇൻഡയറക്ട്ലി ആഗ്രഹിക്കുന്നു. ഒപ്പം അവരുടെ ബിസിനസ്സും അവർ വളർത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2,800
ചൈനയുടേത് 14,000, അമേരിക്കയുടേത് 1,80,000. ആ അന്തരം മാത്രം മനസ്സിലാക്കിയാൽ മതി അമേരിക്ക എത്രമാത്രം മേലോട്ടാണെന്ന് പറയാൻ പറ്റും. പിന്നെ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും. കാരണം ഏതാണ്ട് 1% അമേരിക്കൻ ജനസംഖ്യയിൽ 1% ഉള്ളത് ഇന്ത്യക്കാരാണ്. നല്ലവരാണ് ഏറ്റവും കൂടുതലുള്ളവര്. ഇവിടുത്തെ എക്കണോമിയെയും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ എല്ലാം ഡെവലപ്പ് ആക്കുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും അധികം വികസനത്തിനും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യക്കാര്. സമാധാന പ്രിയരാണ്, ആർക്കും ഒരു പ്രശ്നമില്ല. കുറച്ചു പേര് വന്നിട്ടുണ്ട്, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റും കൂടെ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പലപ്പോഴും USAIDയുടെ എയ്ഡ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ പറ്റി പഠിക്കുന്നവർ പറയുന്നത് ഇതൊക്കെ ഒരുതരം സോഫ്റ്റ് പവറിൻ്റെ യൂസേജാണ്. ഇപ്പോൾ നമുക്കൊരു രാജ്യത്തെ ആയുധം ഉപയോഗിച്ച് നമ്മുടെ നിയന്ത്രണത്തിലാക്കാം. അതേസമയം അതിനേക്കാൾ എളുപ്പം ഒരു നല്ല കുറേ സിനിമകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് കുറേ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ആരാധകരാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പല മലയാളത്തിലും കേരളീയർ തമിഴ് പഠിക്കുന്നത് വിജയുടെ സിനിമകൾ കണ്ടാണ്. അപ്പോൾ ഇത് നമ്മളിൽ പലപ്പോഴും അവർ വേറൊരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ ഭാഷ, സംസ്കാരം, അതിനോടൊക്കെ ഉള്ളൊരു ആഭിമുഖ്യം വളർത്താൻ നമ്മുടെ ഈ സിനിമകൾക്ക് കഴിയും. അതൊരു സോഫ്റ്റ് പവർ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു രാജ്യം വേറൊരു രാജ്യത്തെ സഹായിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അത് ഒരു സോഫ്റ്റ് പവറായി ഉപയോഗിക്കുക. അപ്പോൾ രാജ്യത്തിന് പുറത്ത് ആയുധം കൊണ്ടല്ലാതെ ഒരു നിയന്ത്രണം നമുക്കുണ്ടാകും. നമ്മളിപ്പോൾ ഒരാളെ സാമ്പത്തികമായി ഒരാൾ കടം ചോദിക്കുന്നു, അയാൾക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ നമ്മളയാളെ അടിക്കുന്നില്ല, തല്ലുന്നില്ല, ബലം പ്രയോഗിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളോടൊരു ചെറിയ വിധേയത്വവും അല്ലെങ്കിൽ നമ്മളോടൊരു അനുകമ്പയോ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം അയാൾക്കുണ്ടായി വരും എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത്തരം സോഫ്റ്റ് പവർ ടെക്നിക്കുകൾ അമേരിക്ക ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴതിൽ നിന്ന് മാറുന്നു എന്നത് ഈ സോഫ്റ്റ് പവർ വേണ്ട, ഞങ്ങൾ ഇനി തോക്കുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കുമോ എന്നൊരു ആശങ്കയാണ് എനിക്കുള്ളത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് മിസ്റ്റർ മനു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പൊ ഞാൻ പറയാം, ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാൾ മറ്റൊരാൾക്ക് വിധേയനായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു തത്വം. അത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആളോഹരി $1,80,000 വരുമാനം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം എന്തുമാത്രം പണമാണ് ഈ അമേരിക്കയുടെ കയ്യിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ളത്. എനിവേ, ഇത് പറയാൻ കാരണം ഓരോ രാജ്യങ്ങൾക്ക് അവരിപ്പോ തൽക്കാലം നിർത്തിയതിലൊരു കാര്യമുണ്ട് മിസ്റ്റർ മനു. ഈ ട്രംപിന് വന്നിട്ട് മൊത്തം ലോകക്രമം മാറ്റി പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യയിൽ ഫസ്റ്റ് അതിൽ ഇന്ത്യയാണ്. ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നു, ഇന്ത്യയാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞു. അതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഒരുപക്ഷെ നമ്മൾ വലിയ ജനസംഖ്യയുള്ള ആളാണ്. ഇപ്പൊ നോക്കൂ, ഈ ട്രംപിന്റെ മോദി സന്ദർശനത്തിന് ശേഷം വന്നിരിക്കുന്ന ചില വിവരങ്ങൾ, ഇന്ത്യസ് ഓൾറെഡി ഇമ്പോർട്ട് ഓയിൽ ആൻഡ് LNG ഫ്രം USA വർത്ത് 15 ബില്യൺ പെർ ആനം. അത് 25 ബില്യണിലേക്ക് ഉയർത്താനാണ് ഇപ്പോൾ അടുത്ത നീക്കം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ വലിയൊരു ഉപഭോക്താവായി അമേരിക്കയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. ആ താല്പര്യം കൂടുതൽ ശക്തമാക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനു, ഇന്ത്യയിൽ നിന്ന് കടത്തിവിടുന്ന സാധനങ്ങൾ, അതായത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 35 ട്രില്യന്റെ അത് ഈ ഏറ്റവും കൂടുതൽ, അതായത് വെറും 15 ഇങ്ങോട്ട് എടുക്കുകയും അങ്ങോട്ട് 35 കൊടുക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കണം, അതിന്റെ അന്തരം തന്നെ വളരെ വലുതാണ്. പിന്നെ ഒരു കാര്യം, ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ടാക്സ് കൂട്ടണം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാലേ അത് ടെസ്ല, അത് വളരെ പണക്കാരായിട്ടൊക്കെ ബാധിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. സാധാരണക്കാരനെ ബേസിക്കലി ബാധിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ചുരുക്കി പറഞ്ഞോട്ടെ, കാരണം ഒത്തിരി പേര് നിൽക്കും, ഞാനതാണ് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. മനു, ലോക ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് അത്യാവശ്യം വന്ന ഘട്ടത്തില്, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തില് ജർമ്മനി വന്നിട്ട് നമ്മുടെ റഷ്യയെ ആക്രമിച്ച് ബെർലിൻ വരെ കടന്നെത്തി 8 കിലോമീറ്റർ മാത്രം ഉള്ളപ്പോൾ സഹായം തേടിയത് അമേരിക്കയോടാണ്. അന്ന് അമേരിക്ക അവരെ സഹായിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് റഷ്യ എന്നൊരു രാജ്യം ഉണ്ടാവില്ല, ലോകക്രമമേ മാറിയേനെ. ജപ്പാൻ ചൈനയെ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും വസ്ത്രമില്ലാതെ നടത്തിയ സമയത്ത് ഇറങ്ങിയത് അമേരിക്കയും ബ്രിട്ടനുമാണ്. ചരിത്രത്തിലെല്ലാം മനസ്സിലാക്കണം. പിന്നെ എല്ലാവരും നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാവരും പറയും റഷ്യ നമ്മുടെ കൂട്ടുകാരാണെന്ന്. നോക്കൂ, 1962 ഇന്ത്യ ചൈന യുദ്ധം വന്ന് ഇന്ത്യ തോറ്റ് തുന്നമ്പാടി ആയിരക്കണക്കിന് ഇന്ത്യൻ മിലിറ്ററിക്കാർ മരിച്ചുകൊണ്ടിരുന്നത്, വളരെ വിഷമത്തോടെ മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യ റഷ്യയോട് സഹായം ചോദിച്ചു. അന്ന് റഷ്യ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? റഷ്യ പറഞ്ഞത്, നിങ്ങൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എന്നാൽ ചൈന എന്റെ സഹോദരൻ എന്നാണ്. അപ്പോ തരാതരം ഓരോ രാജ്യക്കാരും ബംഗ്ലാദേശ് യുദ്ധം വന്നപ്പോൾ അമേരിക്ക നമ്മളെ ആക്രമിക്കാൻ കപ്പൽപ്പട അയച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് റഷ്യ നമ്മളെ പിന്താങ്ങുകയും ചെയ്തു.
അല്ല, അതിനൊരു കാരണമുണ്ടായിരുന്നു. സാമ്പത്തികമായി തകർന്നിരുന്ന ഒരു റഷ്യക്ക് അന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നു. അതൊന്നും ഇന്ത്യയോടുള്ള പ്രണയം കൊണ്ടല്ല. ബേസിക്കലി ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ചെയ്യേണ്ടത് ഇതൊരു അവസരമാണ്. ഇന്ത്യ ഉപയോഗിക്കുക, ഈ അവസരം ഉപയോഗിച്ച് നമ്മുടെ എക്കണോമി മേലോട്ട് കൊണ്ടുവരിക. നമ്മുടെ തലമുറയ്ക്ക് ഒരു പക്ഷേ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇന്ന് തന്നെ മാർക്കറ്റിൽ 4.5% കയറിയത്. അതിനൊരൊറ്റ കാരണമാണ് ഒരു ട്രംപിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഷെയർ മാർക്കറ്റ് നോക്കുന്നവർക്ക് അറിയാം. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഏതായാലും ന്യൂയോർക്കിൽ നിന്ന് നമുക്ക് പൊതുവേദിയിലേക്ക് എത്തുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യം. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കൻ ഇന്ത്യക്കാരൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട. ആ സ്പോർട്സ് ഗുരു നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, വളരെ സന്തോഷം. ഞാൻ ചോദിക്കായിരുന്നു സ്പോർട്സ് ഗുരുവിന് എന്താ കാണാത്തതെന്ന്. മനുഭായ് നമസ്കാരം. രമേശാണ് ഷൊർണൂരിൽ നിന്ന് ചേരുന്നതെന്ന് പറയുന്നു. ഇന്ന് ജവഹർ ജാക്കറ്റ് ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ആ ഡ്രസ് കോഡാണ് താങ്കൾക്ക് നല്ലതെന്നാണ്. അത് ശരിയാണ്. ഞാൻ ഇന്ന് ജാക്കറ്റ് ഇട്ടില്ല. ഇത് ശരിക്കും ആ ജവഹർ ജാക്കറ്റ് ഞാൻ സാധാരണ അങ്ങനെ ഇട്ട് നടക്കുന്നതല്ല. നമ്മളിപ്പോൾ പൊതുവേദിയിൽ അത് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഈ ജാക്കറ്റ് ഇടുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് നമുക്ക് കുടവയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറയ്ക്കാനൊക്കെ ഉള്ളൊരു തന്ത്രമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ രമേഷ് കുമാറിനോട് വളരെ രഹസ്യമായി പറയുകയാണ്, ഇത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ ആളുകൾ പലപ്പോഴും നമ്മുടെ കുടവയറിനെയൊക്കെ കളിയാക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് ഈ ജവഹർ ജാക്കറ്റ് ഇട്ടാൽ കഴിയും. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഞാനല്ലാതെ സ്ഥിരമായി ഉപയോഗിക്കുന്നില്ല. ഏതായാലും രമേഷ് കുമാർ പൊതുവേദി കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം, ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിലും സന്തോഷം. ഓക്കെ, കൃഷ്ണദാസ് പറയുന്നു സമ്മാനം ഏർപ്പെടുത്തണമെങ്കിൽ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണം കൊടുക്കാൻ. കാരണം പിന്നോക്കക്കാർ അവരല്ലേ, അവർക്ക് അല്ലേ സഹായം വേണ്ട. വിളിച്ചിട്ട് കിട്ടുന്നവർക്ക് സന്തോഷം, കിട്ടാത്തവർക്കാണ് നിരാശ. അത് കൃഷ്ണദാസ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാരണം ചില ആളുകൾക്ക് എപ്പോഴും ഫോൺ കിട്ടും, ചില ആളുകൾക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാത്തവർ നിരാശരാണ്, അതെനിക്കറിയാം. പക്ഷേ എന്തായാലും നമുക്ക് ചിലരൊക്കെ യൂട്യൂബിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ഏതായാലും കൃഷ്ണദാസ് നമ്മുടെ പൊതുവേദിക്കൊപ്പമുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ലോകരാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കരുതാൻ എന്ന് VC തോമസ് പറയുന്നു. യെസ്, ജോസഫ് കെ എം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, എന്നെ ശക്തമായി വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ജോസഫ് കെ എമ്മിനെ എപ്പോഴും ശ്രദ്ധിക്കും. പ്രദീപ് USA വാക്കുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് നമുക്ക് ഈ പൊതുവേദി. ശ്രീ ജോസഫ് കെ എം, നമ്മുടെ പൊതുവേദിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നമ്മളെ വിളിക്കുന്നു. അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും ആ നിലപാടുകൾ വേണമെങ്കിൽ വിമർശിക്കാനും ഒക്കെ പറ്റുന്നൊരിടമായി പൊതുവേദി മാറുകയാണ്. ഷാനൂർ ഇത് കുറേ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഷാനൂർ നമസ്കാരം മനോജി. ഷാനൂർ കുറേ ദിവസമായല്ലോ. നിങ്ങളൊക്കെ ഭയങ്കര തിരക്കല്ലേ, അപ്പോ എല്ലാവർക്കും അവസരം കൊടുക്കാൻ വേണ്ടി ചില ദിവസങ്ങളില് വിഷയത്തെ കുറിച്ച് കൂടുതൽ ധാരണയില്ലെങ്കിൽ വിളിക്കണ്ടല്ലോ, അതല്ലേ നല്ലത്. പക്ഷെ പൊതുവേദി കാണുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ വിഷയവും നിങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. കൊള്ളാം, നല്ല. എല്ലാവരും ഓരോ ദിവസവും നിങ്ങൾ പറഞ്ഞ ഓരോ രാജ്യക്കാർ കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറുക എന്നുള്ളത് നമ്മളുടെ ഒരു ദൗത്യമാണ്. അപ്പൊ അത് മാറി. ആയിക്കോട്ടെ. എന്നാലും പക്ഷേ പൂർണ്ണമായും പൊതുവേദിയെ വിളിക്കാതിരിക്കരുത്, മറക്കരുത്. ഇടയ്ക്കൊക്കെ വിളിക്കണം, നല്ല പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ വരുമ്പോൾ. 100% പ്രതികരിക്കേണ്ടുള്ള വിഷയം തന്നെയാണ്. അമേരിക്ക ഇന്ത്യ ബന്ധം ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. അത് കാരണം ഈ പുതിയ ട്രംപിന്റെ സർക്കാർ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാര്, ബഹുമാനപ്പെട്ട ഒരുപാട് നല്ല പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ട്രംപ് ഉണ്ടായിരുന്നു, ബരാക് ഒബാമ ഉണ്ടായിരുന്നു. ജോ ബൈഡനൊക്കെ നല്ല നയതന്ത്ര ബന്ധവും ഇന്ത്യയെ സഹായിക്കണം, അല്ലെങ്കിൽ ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ സഹായിക്കണം എന്നൊരു മനസ്സുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ ട്രംപ് ചെയ്തത് ഇന്ത്യക്കുള്ള സാമ്പത്തിക സഹായം എല്ലാം ഫെബ്രുവരി 16-ാം തീയതിയിൽ വെട്ടിക്കുറച്ചിരിക്കുക. അപ്പോ അത് നമ്മളുടെ മേലോട്ട് എന്തോ ഒരു ദേഷ്യമുള്ളത് കണക്ക്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, പ്രതിഷേധിക്കാനുള്ളത്, നമ്മളെ നമ്മളെ ബഹുമാനീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി ഈ കഴിഞ്ഞ വീക്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലും നമ്മളെല്ലാം വിചാരിച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരികെ വരുമ്പോൾ ഇനിയൊരു അമേരിക്കയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് നാട് കടത്തുമ്പോൾ ചങ്ങലയ്ക്കൊന്നും ഇട്ട് വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം വീണ്ടും വന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയിൽ 1 കോടി ഇന്ത്യക്കാർ, അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയിൽ നല്ല 1% ഇന്ത്യക്കാരുടെ പങ്കുണ്ട്. ലോകത്ത് എവിടെ ഒരു വളർച്ചയുണ്ടെങ്കിൽ ഇപ്പൊ
GCC ആയാലും ദുബായ്, സൗദി, ഖത്തർ, എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ ഇന്ത്യക്കാർക്ക് തരുന്ന ഒരു അംഗീകാരം ഇപ്പൊ വളരെ വലുതാണ്. നേരത്തെ സൗദിയിൽ അംഗീകാരം കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ സൗദി അറേബ്യ പോലും ഇന്ത്യക്കാരൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായി, നമ്മളുടെ ബിഹേവിംഗ് സ്റ്റൈല്. അതുകൊണ്ട് മനു, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കൊണ്ടുവന്ന രീതി ശരിയായില്ല. 1 കോടി ആളുകൾ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. പക്ഷേ മെനയാന്നൊരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടായിരുന്നു, അമേരിക്കയിലെ ക്രിമിനലുകളല്ല കേട്ടോ ഈ കൊണ്ടുവരുന്നതിനകത്ത് 98% ക്രിമിനൽസ് അല്ല. അതായത് അവരവിടെ നിൽക്കുമ്പോൾ അവരുടെ വിസ സംബന്ധമായിട്ട് പ്രൊഫഷണൽ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രൊഫഷണൽ വർക്കുള്ളവർക്കേ ഓരോ കമ്പനികളിൽ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവർക്കെല്ലാം അവരുടെ പ്രൊഫഷണലിസം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിസയിലുള്ള പ്രൊഫഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ കയറാൻ പറ്റാത്തതും ജോലി ചെയ്യാൻ പറ്റാത്തതും. ഇപ്പൊ അമേരിക്ക അത് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. സാധാരണ നമ്മൾ ഗൾഫിലൊക്കെ അതിന് ഫ്രീ വിസ എന്ന് പറയുമായിരുന്നു നേരത്തെ. എവിടെ പോയും ജോലി ചെയ്ത് എങ്ങനെയും ജോലി ചെയ്ത് അവിടുത്തെ ID കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അമേരിക്കയിൽ ഇപ്പൊ അതുകൊണ്ടാണ് അവര് അങ്ങനെയുള്ള ആളുകളെ പുറത്താക്കുന്നുണ്ട്. ഇത് ഇവരൊന്നും ക്രിമിനലുകളല്ല. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മളുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ അവർ തന്ന ഒരു സംഭാവന ഈ പ്രവാസികൾ, അത് വളരെ വലുതാണ്. പക്ഷെ അതിനെയൊന്നും കുറച്ചു കാണാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ഞാനും ഒരു പ്രവാസിയായിരുന്നു. മനസ്സിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, അമേരിക്കയുടെ നിലപാട് മാറ്റണം, ട്രംപിന്റെ നിലപാട് മാറ്റണം, അമേരിക്കൻ സർക്കാരിന്റെ നിലപാട് മാറ്റണം. പിന്നെ നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരൊറ്റ കാര്യം ചെയ്യണം, ഓടി തൊട്ടപ്പുറത്ത് എപ്പോഴും പോയാലും നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അയലത്തെ വീട്ടിലൊരു ഊണുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയേണ്ടത് കളയാതെ സൂക്ഷിക്കണം. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയാൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇന്ത്യക്കാരെ, ലോകത്ത് ഇന്ത്യക്കാരന്റെ സ്ഥാനം ചിലപ്പോൾ ട്രംപിന് അറിയാത്തത് കൊണ്ടായിരിക്കും. ലോകത്ത് ഇന്ത്യക്കാരന്റെ സ്ഥാനം വളരെ വലുതാ നമ്മളുടെ ബിഹേവിംഗിൽ. അതുകൊണ്ട് മനു, ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്, നമ്മളുടെ പ്രധാനമന്ത്രിയും നമ്മളുടെ ഇവിടെയുള്ള നേതാക്കന്മാരും, അത് പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ, അമേരിക്കൻ ഗവൺമെന്റിനോടും ട്രംപിനോടും കൃത്യമായി പറയേണ്ട രീതിയിൽ പറയണം, ഇന്ത്യക്കാരനെ അങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരാനുള്ളവനല്ല ഇന്ത്യക്കാരൻ ഒരിക്കലും. ഇന്ത്യക്കാരൻ ലോകത്ത് യശസ് ഉയർത്തിപ്പിടിക്കുന്നവൻ, ലോകത്തെല്ലായിടത്തും നല്ല ബിഹേവിംഗ് കാഴ്ചവെക്കുന്നവനാണ് ഇന്ത്യക്കാരൻ. ആ ഇന്ത്യക്കാരനെ നല്ല സത്യസന്ധമായി അവിടെ പരിഗണിക്കുക. 1 കോടി ഇന്ത്യക്കാര് അമേരിക്കയുടെ സമ്പദ്ഘടനയിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തിരിച്ചു ഗിവ് ആൻഡ് ടേക്ക് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി പറയണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹൻദാസ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്. ഹലോ. യെസ്, ശ്രീ മോഹൻദാസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം മോഹൻദാസ് നമ്മുടെ പൊതുവേദിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇപ്പോൾ ചിലക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും പൊതുവേദിയുമായി സജീവമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു, ഈ ട്രംപിൻ്റെ നയങ്ങൾ ഒരാരംഭ ശൂരത്വമായി കണ്ട് തൽക്കാലം നമ്മൾ അതിനെ ഗൗനിക്കേണ്ടതില്ല എന്നതാണോ, അതോ കുറെ കൂടി കർക്കശമായ നിലപാടുകളുമായി ഈ വിഷയത്തെ നമ്മൾ പരിഗണിക്കണം എന്നാണോ ശ്രീ മോഹൻദാസ് കരുതുന്നത്? ഈ വിഷയം ഇത്തിരി ഗഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. പിന്നെ അതിന് മുമ്പായിട്ടൊരു കാര്യം, പിന്നെ ഈ ദിവസം ചെല്ലുന്തോറും മനുവിന് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഫാൻസ് അസോസിയേഷൻ ഇവിടെ ഉണ്ടാക്കാൻ പരിപാടി ചെയ്യുന്നവിടെ മോഹൻലാൽ പറഞ്ഞ പോലെ എന്തുകൊണ്ടോ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ എന്തുകൊണ്ടോ മനുവിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അത് വേറൊരു കാര്യം. പിന്നെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവതരണ രീതിയിൽ ആ ലിമിറ്റഡ് ആ സ്പേസിൽ ഫ്ലോറിൽ ആ മോണിറ്ററിന് മുമ്പിൽ നിൽക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും നടന്നിട്ട് മറ്റാരും ഈ പൊതുവെ ഇങ്ങനെ അവതരിപ്പിച്ച് കണ്ടിട്ടില്ല. അതിഗംഭീരം. ചില ആംഗിളും നോക്കുമ്പോൾ സംയുക്തയുടെ ഒരു കട്ടും കാണുന്നുണ്ട്. അത് വെറുതെ പൗൾസല്ല. എനിക്ക് ഇത്ര ഇതിനെ പറയാനുള്ളൂ. മറ്റേ കാര്യം വിഷയത്തിൽ എല്ലാവരും ഗംഭീരമായിട്ട് പറഞ്ഞു, എനിക്കത് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് എല്ലാ ഭാഗങ്ങളും നന്നാവട്ടെ, ഗംഭീരാവട്ടെ, അവതരണം കാലക്കെട്ട്. ഓക്കെ, ഏതായാലും ശ്രീ മോഹൻദാസ് നമ്മുടെ പൊതുവേദിയുടെ ഒരു കരുത്താണ്. അദ്ദേഹം ഇന്ന് പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേള പൊതുവേദിയിൽ അനിവാര്യമാവുകയാണ്. പൊതുവേദി ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക്. യെസ്, നമ്മുടെ സെബാസ്റ്റ്യൻ ചെറമേൽ നമ്മുടെ പൊതുവേദിയിൽ അദ്ദേഹം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അമേരിക്ക 7ാം കപ്പൽപ്പട വന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. ഏതായാലും നമ്മുടെ അടുത്ത പ്രേക്ഷകൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡേവിഡ് വിജയാണ്. ഡേവിഡ് വിജയ് പൊതുവേദിയുടെ ഒരു എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം രാജ്യമെമ്പാടും സന്ദർശിക്കുന്ന ഒരാളാണ്, യാത്ര ചെയ്യുന്ന ഒരാളാണ്.
പക്ഷേ പൊതുവേദിയിലേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിളിച്ചിട്ടില്ല, അല്ലേ ശ്രീ ഡേവിഡ്? കിട്ടുന്നില്ല. അയ്യോ, അതൊരു വലിയ എനിക്ക് സങ്കടം. താല്പര്യമുള്ള ഹമാസിന്റെ ആനപ്പുറത്ത് കയറിയ ദിവസമൊക്കെയാണ് ഒത്തിരി ട്രൈ ചെയ്തോണ്ടിരുന്നത്, കിട്ടിയില്ല അല്ലേ? അയ്യോ, ഹമാസിന്റെ നേതാക്കളുടെ പടം വെച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടത്തി തൊട്ടാൽ കിട്ടിയില്ല. ഏതായാലും ആ അഭിപ്രായം ഇപ്പോഴും പറയാം നമുക്ക്. ഏതായാലും അന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ കാണുമ്പോ പറയുക എന്നുള്ളതാണല്ലോ. ഇന്നത്തെ വിഷയം പറയാം. ഇന്നത്തെ വിഷയം ഇമ്പോർട്ടന്റ് ആണല്ലോ, കാരണം ചിലവർ ഇറിലവന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ, അതുകൊണ്ടാണ് ഈ കുറെ സമയം പോകുന്നത്. റിലവൻസ് ഉള്ള കാര്യങ്ങൾ പറയാം. ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആൾട്രൂയിസം, ALTRUISM, ആൾട്രൂയിസം. ഇതിന്റെ മലയാളം എന്താന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ആൾട്രൂയിസം എന്ന് പറയുന്നതിന്റെ, അതായത് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ള ചില ഇവർക്ക് ബെനിഫിറ്റ് അവർക്ക് എയ്ഡ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ടു മച്ച് ഓഫ് ആൾട്രൂയിസം ഫോർ ബൈ USA എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അങ്ങനെയൊക്കെ തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ബീഹാറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദരിദ്ര പിന്നോക്ക പ്രദേശങ്ങളിൽ ആൾ കിടക്കുന്നമാതിരി അവർ വെറുതെ ഇരിക്കില്ല. അപ്പൊ അവിടുത്തെ ഭരണാധികാരിക്ക് അതനുസരിച്ച് ഹി ഹാസ് ടു റെസിപ്രോക്കേറ്റ് ഫോർ ഇത്. അപ്പൊ ലോകത്തിന്റെ മൊത്തം ട്രേഡിന്റെ 15% ലോക വ്യാപാരത്തിന്റെ അമേരിക്കയുള്ളൂ. നമ്മളുടെ ഒരു ലഫ്റ്റനന്റ് കേണൽ സതീഷ് നമ്പ്യാർ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ സതീഷ് നമ്പ്യാർ, കണ്ണൂർക്കാരനാണ്. മൂപ്പരൊരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ രക്ഷ നമ്മൾ നോക്കുക ടെററിസ്റ്റിനെതിരെയൊക്കെ, അല്ലാതെ മറ്റൊരുക്കം വന്ന് നമ്മൾ എന്നും സഹായിക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. അതാണ് നമുക്ക് പറ്റുന്നത്. അത് വ്യാപാര രംഗത്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡ്സ് പ്രൊമോട്ട് ചെയ്യുക. എന്തിനാ ഈ ഡോളറുമായിട്ട് വില കുറഞ്ഞു, ഡോളറുമായിട്ട് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കടന്ന് മരിക്കുന്നത്? വി ഹാവ് ഗോട്ട് ഇനഫ് അവന്യൂസ്. നമ്മൾ അങ്ങനെ വല്ലാതെ അമേരിക്കൻ ഡിപ്പെൻഡൻസിയുടെ ഒരു ആവശ്യമില്ല. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മലേഷ്യ നമ്മളുടെ അടുത്ത് നിന്ന് അമുൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട്, അമുൽ പ്രോഡക്ട്സ്. മലേഷ്യ എങ്ങനെ മോഡി ടാക്കിൾ ചെയ്തു ഞാൻ പറഞ്ഞുതരാം. അമുലിന്റെ പുറത്തൊക്കെ ഹലാൽ എന്ന് എഴുതണം എന്ന് പറഞ്ഞു. മലേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ്, എനിക്കറിഞ്ഞോളൂ, ഞാൻ അവിടെ പോയിട്ടില്ല. അവിടെ മുസ്ലിം രാഷ്ട്രമാണ്, മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട്. ഇന്തോനേഷ്യ, ഹലാൽ എന്ന് എഴുതണം എന്ന് പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ വേണ്ട, ഞങ്ങൾ വേറെ സ്ഥലത്ത് എടുത്തോളാന്ന്. ഉടനെ ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞെന്നറിയോ? അവിടുന്ന് പാമോലിൻ ഓയിൽ, ഏറ്റവും കൂടുതൽ മലേഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അവരുടെ വിദേശകാര്യ സെക്രട്ടറിയോട് ആ മന്ത്രി പറഞ്ഞു അവിടുന്ന് പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന നിർത്തും. പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും പറ്റും. അങ്ങനെ ഈസി ആയിട്ട് മലേഷ്യ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൂട്ടൊരു രാഷ്ട്രമല്ല അമേരിക്ക. അതുകൊണ്ട് മോഡി അങ്ങനെ ചെയ്യണം. നേരത്തെ ഒരു ചങ്ങായി ഞാൻ പറഞ്ഞു കേട്ടു, അവിടെ മോഡി ഇങ്ങനെ പറയണം, ഇത് അങ്ങോട്ടും നല്ല അഡ്വൈസേഴ്സിന്റെ, അത് വളരെ ഒരു സമീകൃതമായിട്ടേ പോകാനൊക്കെ ഉള്ളൂ. പിന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങല കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഞാൻ കേട്ടത്, ഞാൻ പോയിട്ടില്ല, എന്റെ അവിടെ ഉള്ള ചങ്ങായി പറഞ്ഞതാണ്, കൊളംബിയ എന്നൊരു രാഷ്ട്രമുണ്ട്. കൊളംബിയ അവര് ഭയങ്കര ക്രിമിനൽസും ഡ്രഗ് കാർട്ടൽസും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഡേവിഡ് വിജയ്, അങ്ങനെ ഒരു രാജ്യക്കാരോ അല്ല, ഞാൻ കേട്ടോ, ഞാൻ പറഞ്ഞു പറയണ്ട, ഏതാണെങ്കിൽ മാറ്റി പറഞ്ഞു. അല്ല, അതിൽ നിന്ന് ചില ആളുകൾ ചിലപ്പോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. അപ്പൊ അവരെ വിലങ്ങ് വെച്ചു. അപ്പൊ അവർക്ക് ആ ഒരു നിലപാട് അവർ മറ്റുള്ള രാഷ്ട്രങ്ങളോട് എടുത്തു കാണും. അല്ലാതെ അവർ വേണമെന്ന് വെച്ചിട്ട് ഇന്ത്യക്കാരങ്ങനെ അപമാനിക്കുന്നവരൊന്നുമല്ല. നമ്മുടെ വലിയ നാസയിൽ സയന്റിസ്റ്റ് ഉണ്ട്, ഗൂഗിളിൽ സുന്ദർ പിച്ചൈ. പക്ഷെ ഏതായാലും ഈ പരോപകാരം, നമ്മൾ ഇപ്പൊ അങ്ങ് പറഞ്ഞ ഈ അൾട്രൂയിസം, അതിരുകടന്ന പരോപകാരം, അതിന് മലയാളം എന്താന്ന്? മലയാളം അല്ലാതെ ഞാൻ എന്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കി, അതിരുകടന്ന പരോപകാര ബുദ്ധി. അൾട്രോയിസം എന്ന് പറയുമ്പോൾ അതാണല്ലോ പരോപകാരം. അത് തന്നെ അത് പറ്റില്ലാന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കണം. എത്ര വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ന് മാത്രമല്ല, നേരത്തെ ഒരു പ്രധാനമന്ത്രിയെ പറ്റി കുറ്റം പറയുന്നത് കേട്ടില്ല. അവിടെ ചെന്നിട്ട് അയാൾ എപ്പോഴും പോകരുതെന്ന്. ഒരു ചങ്ങായി, ഞാൻ പറയുന്നില്ല, എനിക്കൊരു രാഷ്ട്രീയമുള്ളതുകൊണ്ടാന്ന് താങ്കൾ വിചാരിക്കും. അവിടെ ചെന്നേച്ചിട്ട് ജോർജ് സോറോസിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം ഇങ്ങനെ ഇതാകുന്നു, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ കുഴപ്പമില്ലാത്ത. അപ്പൊ പ്രതിപക്ഷ നേതാവിന് പറയാം അവിടെ ചെന്നിരുന്നുകൊണ്ട് നമ്മളെ വില കുറയ്ക്കാം. പ്രധാനമന്ത്രി അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യും. പിന്നെ പോടാ അയാളാന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെന്നിട്ട് വെല്ലുവിളിക്കാൻ പറ്റില്ല. കാരണം മലേഷ്യ ഒതുക്കിയമാതിരി അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതി അല്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും ദീർഘകാലത്തിന് ശേഷം ഡേവിഡ് വിജയ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമായി നമുക്ക് സംവദിക്കാൻ കഴിഞ്ഞു. ശശിധരൻ, ശ്രീ ശശിധരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനുണ്ട്. ശ്രീ ശശിധരനെ ഇപ്പോൾ കരുണാനിധി ശശിധരനോ അങ്ങനെ എന്തോ വിളിച്ച് ആരോ പറഞ്ഞെന്നൊക്കെ എന്നോട് പറഞ്ഞു. കണ്ണടയൊക്കെ ഇട്ടിരിക്കുകയാണ്, കറുത്ത, അല്ലേ ശ്രീ ശശിധരൻ? നമസ്കാരം. കന്നഡ മാറ്റാൻ സമയമായോ? എന്താണ് അവസ്ഥ? എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനതൊരു 12 ദിവസം കൂടെ ഉണ്ട്. അതൊരു സ്റ്റൈലായി മാറ്റിയാൽ അല്ലേ? അതൊരു സ്റ്റൈലായി വേണമെങ്കിൽ കൊണ്ടുനടക്കാം, മാറ്റിയിട്ട് അല്ലേ?
പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിന് പ്രകാശമില്ല. കാരണം ഞാൻ ബ്ലാക്ക് മാറ്റും, വൈറ്റ് ആക്കും. പക്ഷെ ഈ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്നാലേ എനിക്ക് മനുവിന്റെ സ്റ്റൈൽ വരുള്ളൂ. ഈ പുറത്ത് വെയിലത്തിറങ്ങുമ്പോ പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഗുണകരമായിരിക്കും. മനുവിന്റെ അട്രാക്ഷനിൽ ഒരു ഭാഗം മനുവിന്റെ ഗ്ലാസ് ആണ്. അതെയോ? അതെ, നല്ല സ്റ്റൈലാണ്. ശരി. ഏതായാലും ഗ്ലാസിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ. പക്ഷെ ഈ വിഷയത്തിൽ പറയുമ്പോ എനിക്കൊരു സംശയമുണ്ട് മനു. അതായത് എന്തിനായിരുന്നു ഈയിടെ പ്രധാനമന്ത്രി സന്ദർശിച്ചു അമേരിക്ക? അല്ല, അത് ട്രംപ് ഭരണമേൽക്കുന്നു ആദ്യത്തെ. അതെ, ഇത് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് പ്രതിഷേധം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുകയും തൽക്കാലമെങ്കിലും അമേരിക്കയെ ബഹിഷ്കരിച്ചാൽ പോരെ? അല്ല, പക്ഷെ നമ്മള് ഞാൻ ചോദിക്കണത്, ഈ എല്ലാരും കൂടി ഇടിച്ചു കയറി എന്തിനാ അങ്ങോട്ട് പോകുന്നു? നമുക്ക് എത്രയോ രാജ്യത്ത്, ലോകത്ത് ഇത്ര വലിയ സമ്പന്നമാണോ അമേരിക്ക ഇപ്പം? അല്ലല്ലോ. നമുക്കിപ്പോ ഗൾഫുകാരനാകാൻ ഇപ്പോഴും കൊതിയുള്ള കുറെ ആളുകൾ ഇവിടെയുണ്ട്. നാട്ടിൽ നമുക്ക് ജീവിക്കാനായിട്ട് ആവശ്യം തൊഴിലോട്ട് മനുഷ്യ ഇല്ലെന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എല്ലാവർക്കും ഈ ഗൾഫുകാരാകണം, പിന്നെ NRI ആകണം എന്നും പറഞ്ഞ് ഇടിച്ചാലേ അങ്ങോട്ട് പോകണം. അങ്ങനെ ബഹിഷ്കരിച്ചേക്കാം അവരെ. അല്ല, നമ്മള് അതല്ലെന്നേ ശശിധരൻ, നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരാളൊരു പഠിച്ചു, വിദ്യാഭ്യാസം കഴിഞ്ഞു, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ജോലി, ചിലപ്പോൾ ജോലി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ബംഗാളിൽ നിന്നും അഭിമാനം ഉണ്ടാവും. അഭിമാനത്തെ വ്രണപ്പെടുത്തിയാൽ പോകേണ്ട കാര്യമില്ല. ബംഗ്ലാദേശിന്റെ വിഷയം വന്നപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഓർമ്മയുണ്ടാ? നിങ്ങളുടെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടാ? പണ്ട് പറഞ്ഞില്ലേ, തന്റെ അടുത്തോടെ പറഞ്ഞില്ലേ? അത്ര തന്റെ ആർജവം കാണിക്കണ ഭരണാധികാരികൾ ഇന്ന് ഇല്ലാത്തതിന്റെ കുഴപ്പം കൂടിയാണ് ഈ വരുന്നതെന്ന് ഞാൻ ശക്തമായിട്ട് പറയും. ഓക്കെ. ഏതായാലും പെട്ടെന്ന് കണ്ണിൻ്റെ ഇതൊക്കെ മാറി നല്ല കൂടുതൽ സ്റ്റൈലിഷായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പൊതുവേദി എന്തായാലും മുടങ്ങാതെ കാണുന്നുവെന്ന് അറിയുന്നതിലും വളരെയധികം സന്തോഷം. ശശിധരൻ വയലാറിൻ്റെ ഒരു ശബ്ദമൊക്കെ പൊതുവേദിക്ക് ഒരു ഊർജ്ജമാണ്. പ്രസന്നൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ, ശ്രീ പ്രസന്നൻ? അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ നമ്മുടെ ഒരു നയത്തിൽ, ഒരു അന്താരാഷ്ട്ര നയത്തിൽ കാതലായ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങേണ്ട സമയമായോ? അല്ല സാർ, ഇത് അന്താരാഷ്ട്ര നിയമവുമായിട്ട് ബന്ധപ്പെട്ട അല്ല വിഷയം. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഈ അങ്ങേയറ്റം എന്താ പറയാ വേദനാജനകമായിട്ട് തന്നെയാണ് ആ രംഗങ്ങൾ കാണുന്നത്. അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല, തർക്കമില്ല. പക്ഷെ അതിൽ അടങ്ങിയിട്ടുള്ളൊരു വിഷയം, ഈ 110 ആള് വരുമ്പോ അതിൽ ഈ പറഞ്ഞ മാതിരി 2-3 ആള് ഇവരെങ്ങനെയുള്ളവരാ വരണേന്ന് അവിടെ ഉള്ളവർക്കും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. വിമാനം ഓടിക്കുന്നവർക്കോ അതിനകത്തുള്ളവർക്കും അറിയില്ല. ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവർക്കും അറിയില്ല ഈ 110 ആള് എങ്ങനത്തെ ആൾക്കാരാണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ പേരിൽ സുരക്ഷയുടെ ഒരു വലിയ പ്രശ്നവും കൂടി നമ്മൾ കണക്കിലെടുക്കണം. എനിക്ക് എന്റെ ഒരു ഭാഷയാണ്. അപ്പോ ഇവിടെ വന്ന് സെൻസർ ചെയ്തിട്ട് അത് റിലീസ് ചെയ്യാവുന്ന ഒരു സാഹചര്യം നടക്കുള്ളൂ, പാടുള്ളൂ എന്നും കൂടി അതിനകത്തൊരു അർത്ഥം വരേണ്ടതെന്ന് എനിക്ക് തോന്നണേ. അപ്പോ നമ്മൾ ഒരു ഞാൻ പക്ഷെ അത് ഒരു വശത്ത്, മറുവശത്ത് ഈ സാമ്പത്തിക സഹായങ്ങൾ റദ്ദാക്കുന്നു, നമ്മളെ കൊണ്ട് നികുതി കുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, നമ്മൾ കൂടുതൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്ന നിലപാട് ശക്തമാക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സാർ, അതെ, ഇത് ഈ അന്താരാഷ്ട്ര ലെവലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറെ കൂടി എന്താ പറയാ വലിയ വിഷയങ്ങളാണ്. ഈ താല്പര്യങ്ങൾ നമ്മൾക്കും കാണും, താല്പര്യങ്ങൾ അവർക്കും കാണും. ഈ എന്താ പറയാ കുറേയേറെ താല്പര്യങ്ങൾ, ഘടകങ്ങൾ. നമുക്ക് വലിയൊരു താല്പര്യമുണ്ട്, നമ്മുടെ വലിയൊരു ഇന്ത്യൻ വിഭാഗം അമേരിക്കയിലുണ്ട്, അവരവിടെ നല്ല ജോലികളിലൊക്കെ ഉള്ളവരാണ്, ആ വരുമാനം നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ 2 രാജ്യങ്ങളെന്ന തരത്തിൽ നല്ല ബന്ധം വേണം. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇന്ത്യക്ക് കുറെ കൂടി അമേരിക്കയുമായുള്ളൊരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ നേടാൻ കഴിയും, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരാൻ കഴിയും. അങ്ങനെയൊക്കെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. പക്ഷേ അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുന്നോ എന്നൊരു ഭയപ്പാടാണ് വരുന്നത്. അതാണ് എൻ്റെ ഒരു സംശയം. അല്ല, എല്ലാ കാലങ്ങളിലും അത് ചെറിയ രീതിയിൽ അനുഭവപ്പെടാറുണ്ട്, ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ. അതിന്റെ എന്താ ഇത് ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോ റോട്ടിൽ കുഴികൾ ഉണ്ടെന്ന് എനിക്ക് പോകാതിരിക്കുന്നില്ല. നമ്മളൊരു വിധം മെയ്വഴക്കം കാണിച്ച് ഒതുങ്ങിയൊക്കെയാണ് പോണേ. അങ്ങനെ പറ്റുള്ളത്. എല്ലാ കുഴിയും അടച്ച് ലെവലായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം കൂടി, ആ ആനപ്പുറത്ത് ഫോട്ടോ ഒക്കെ വെച്ചെന്നുള്ള കാര്യം പലരും വളരെ നിർദോഷമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് വലിയ ദൂരവ്യാപകമായ അർത്ഥങ്ങളുണ്ട്, അതിന് പ്രത്യാഘാതങ്ങളുണ്ട്. അത് ശരിയായ രീതികളല്ല. അത് നമ്മൾ അത്ര ലഘൂകരിച്ച് കാണുന്നത് ശരിയല്ല. എന്തായാലും ഭരണാധികാരികൾ അതൊക്കെ ശ്രദ്ധിക്കുന്നതും കൈകാര്യം ചെയ്യേണ്ടതുമാണെന്ന് തന്നെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. യെസ്, അത് കൃത്യമാണ്. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം.
ഇപ്പോൾ നമുക്കൊപ്പം റാണ റാസി ചേർന്നിട്ടുണ്ട്. എനിക്ക് കൈയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. റാണ റാസിയോട് എൻ്റെയും അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. സന്തോഷ് കുമാർ പറയുന്നത് ഈ പൊതുവേദി കണ്ടിരിക്കുമ്പോൾ ഒരു സമയം പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ സന്തോഷ് കുമാറിൻ്റെ ഈ അഭിപ്രായമൊക്കെ അത്ര കണ്ട് സന്തോഷം തരുന്നതാണ് കേട്ടോ. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിക്കുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കുറ്റമുണ്ടെങ്കിൽ അതും പറയാം, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സന്തോഷകരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വലിയൊരു ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഏതായാലും സന്തോഷ് കുമാർ സ്ഥിരമായി പൊതുവേദി കാണുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്ന മണിമലയിൽ നിന്നുള്ളൊരു പ്രേക്ഷകനാണ് കൃഷ്ണൻകുട്ടി. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതെ, നമ്മൾ സംസാരിച്ചു. അതെ അതെ. അപ്പോൾ ഈ ശ്രീ കൃഷ്ണൻകുട്ടി ഞാൻ ഇതിനെ പറ്റി പറയാനുള്ളത്, നമ്മളന്ന് ഈ വിഷയം തന്നെ നമ്മൾ ഒരിക്കൽ സംസാരിച്ചു. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോ, അതായത് നമ്മളെ ഭരിക്കാൻ ആൾക്കാരെ ഏൽപ്പിക്കുന്നത് നമ്മുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. ആ ഒരു സംഭവം നടക്കുന്നില്ല. നമ്മൾ അപമാനിതരായിട്ടാണ് നമ്മുടെ ആൾക്കാരെ അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയത്, ചങ്ങലയിട്ടും കയ്യാമം വെച്ചും. അത് കൈകാര്യം ചെയ്തതിൽ നമ്മുടെ ഭരണം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടിയല്ലോ. ഇല്ല, പെട്ടെന്നൊന്നും കട്ടിയില്ല. ഞാൻ അങ്ങ് പറഞ്ഞതിനോട് പൂർണ്ണ യോജിക്കുകയാണ്. കാരണം ഇത് ഈ വിഷയത്തിലല്ല ഞാൻ പറയുന്നത്. ഈ ലോക മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അധികാരമാണ് സത്യത്തിൽ മനുഷ്യാവകാശം. വെറുതെ ജീവിക്കാനല്ല, ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആത്മാഭിമാനമാണ് അതിൽ പ്രധാനം. അതിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. അതിന്റെ കൂടെ നമ്മൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു, നമ്മളെ ആർക്ക് വേണമെങ്കിലും ചവിട്ടിത്തേക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിന്റെ കൂടെ ഇനിയുണ്ട്. എന്തെന്ന് വെച്ചാല് ഈ അവിടുന്ന് വന്നതിൽ കൂടുതൽ ആൾക്കാർ വന്നേക്കുന്നത് ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇനി അത് അറിയാതിരിക്കുന്നതേ ഉള്ളൂ. സാധ്യത കുറവായിരിക്കും. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതൽ പോകുന്നത് വിദ്യാസമ്പന്നരായ ആളുകളാണ്. അവർ ഒന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, സാങ്കേതികമായ മികവുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നുഴഞ്ഞു കയറാതെ തന്നെ അവിടെ പോകാനുള്ള വഴിയുണ്ട്. പിന്നെ നമ്മുടെ കരുത്തായിട്ടുള്ളത് ഈ നഴ്സിംഗ് മേഖലയിലുള്ള നമ്മുടെ സഹോദരിമാരാണ്. അവർ ഇത് കോഴ്സൊക്കെ പൂർത്തിയാക്കി ഇവിടെ ധാരാളം എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം അമേരിക്കയിലേക്ക് പോകുന്നു. അവർക്ക് അവിടെ അതിനുള്ള ബന്ധങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അങ്ങനെ അവരവിടെ ആ വഴിയൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇത് പോയിട്ട് വന്നിറങ്ങിയിട്ടുള്ളതിനകത്ത് ഗുജറാത്തുകാരുണ്ടെന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഗുജറാത്തിലുള്ള ആൾക്കാർ എത്ര ദയനീയമായിട്ട് അവിടെ ജീവിക്കുന്നുള്ളൂ എന്റെ അർത്ഥം. പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമാണെന്ന് ഓർക്കണം. ആ ഒരു കാഴ്ചപ്പാട് ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പെട്ടൊന്നും അങ്ങനെയാണ്. വളരെ ദയനീയമാണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനത്തെ കാര്യം എന്നുള്ളതും വെളിപ്പെടുകയാണ്. അല്ല, ദയനീയതയാണെന്ന് എനിക്കറിയില്ല. വലിയ തുക ചെലവാക്കിയാ ഇവർ പോകുന്നു, 50 ലക്ഷം ഒക്കെ. എനിക്ക് എന്തായാലും കള്ളത്തരത്തിലല്ലേ പോയിട്ടുള്ളത്. അതെ, ശരിയാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്നാണ് വിളിച്ചത്. നമുക്ക് ഒപ്പം ചേർന്നു. വളരെ നന്ദി. അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ ഷാജി ഭാസ്കർ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. എന്നെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷാജി ഭാസ്കറിനോട് വലിയ ഇഷ്ടമാണ്. കാരണം നമ്മളെ പൊഴുത്തുന്നവരെ പോലെയല്ല, നമ്മളെ വിമർശിക്കുന്നവരെയും നമുക്ക് ഒരേപോലെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആയി നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഷാജി ഭാസ്കറിൻ്റെ വിമർശനങ്ങൾ നമ്മളെ തിരുത്താൻ സഹായിക്കും. സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധിക്ക് അന്ന് നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്നത് ഓർക്കേണ്ടത്. അതാണ് ഞാനും ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ശ്രീ അജയ് കുമാറിന് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ലേ? ഇന്നും കുറച്ചു നേരം ട്രൈ ചെയ്ത് കിട്ടി. കിട്ടിയില്ല. എനിക്കതിന്റെ പരാതിയൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കിട്ടാത്തത്. പൊതുവേദി അത്രയ്ക്ക് പ്രസിദ്ധമാണ്. ആ 1 മണിക്കൂർ പോകുന്ന അറിയത്തില്ല, ആൾക്കാർ കണ്ടവാനും കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. പണ്ട് പെട്ടെന്ന് കിട്ടുമായിരുന്നു, ഇപ്പൊ കിട്ടാത്തത് അതുകൊണ്ടാണ്. ഏതായാലും ഇതൊക്കെ വലിയ ഈ അംഗീകാരത്തിന്റെ വാക്കുകളായി പോസിറ്റീവായി കാണാൻ പ്രോഗ്രാമാണ്. കാരണം പൊതുവേദി എന്ന് പറയുമ്പോൾ പൊതുവേദിയിൽ നിൽക്കുന്നവർക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാനും കേൾക്കുവാനുമുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. സാധാരണ ഞാനൊരു താരതമ്യം കൂടെ ചെയ്യുകയാണ്. സാധാരണ ചാനൽ ചർച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന മുഖങ്ങളും സ്ഥിരം കേൾക്കുന്ന ശബ്ദങ്ങളും സ്ഥിരം ആയിട്ടുള്ള അഭിപ്രായങ്ങളുമാണ്. പക്ഷെ ഇവിടെ ഞങ്ങളെ പോലുള്ളവർ വിളിക്കുന്നവർക്ക് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾ അന്നേരത്തെ കാര്യങ്ങളെ പറ്റി അറിയാവുന്നത് പഠിച്ചിട്ട്
അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നു ഒരു പരിധി വരെ എന്നാണ് എന്റെ വിശ്വാസം. അതെ, പലരും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ചില അനുഭവങ്ങളിൽ നിന്നുള്ളതും പലതും പങ്കുവയ്ക്കുന്നു. നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ചർച്ച ചെയ്യുന്നതെന്ന് തന്നെ തോന്നുന്നു, ഇല്ലേ? അപ്പൊ ഞാൻ ഒരു അഭിപ്രായം കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയതാണ്. 1983 ഞാനത് കൃത്യമായിട്ട് ഡേറ്റ് കൂടെ നോക്കി. ഈ കൊറിയൻ എയർലൈൻസിന്റെ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് റഷ്യ വെടിവെച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ. സംശയാസ്പദമായിട്ട് അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷന്റെ മുകളിൽ കൂടി പറന്നപ്പോൾ സംശയാസ്പദമായിട്ട് അവർക്ക് തോന്നി. അവര് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് നാവിഗേഷൻ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു പോയി. പല അഭിപ്രായങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്. എനിവേ അവർക്ക് സംശയം തോന്നി, അവർ വെടിവെച്ച് കളഞ്ഞു. 269 ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മരിച്ചത്, ഇല്ലേ? അപ്പോൾ നമുക്കത് സെന്റിമെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറയാം, അവരെ വാണിംഗ് കൊടുക്കണം, താഴെ കൊണ്ടുവരണമായിരുന്നു, കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു, മറ്റു എയർപോർട്ടിൽ ഇറക്കണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ സംശയമായിരുന്നു അത് അവർക്ക് അപകടം ഉണ്ടാക്കുമോ എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നുഴഞ്ഞു കയറിയവരാണിവര്. ഇപ്പൊ തന്നെ മനു ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു, പഞ്ചാബിൽ വന്നതിൽ 2 പേര് പിടികിട്ടാ പുള്ളികളാണ്. അവര് കൊലക്കേസ് പ്രതികളാണ്. അല്ല, ഞാൻ പക്ഷേ പ്രധാനമായി ഉദ്ദേശിച്ചത് അത് മാത്രമല്ല, ഈ നമ്മൾക്കുള്ള സാമ്പത്തിക സഹായം റദ്ദ് ചെയ്യുന്നു. അപ്പൊ തുടർന്ന് നമ്മൾക്ക് മാത്രമല്ല, അത് ഞാൻ എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ചില ചർച്ചകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തതിൽ നിന്ന് മനസ്സിലായി, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല പല രാജ്യങ്ങൾക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന പല ധനസഹായങ്ങളും അവർ നിർത്തുന്നു, UN നിർത്തുന്നു, റിവൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ രാജ്യമാണ് നമ്മളെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കോ മറ്റുള്ള ഈവൻ ചൈനയ്ക്കായാലും ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഒരു കൺസ്യൂമർ രാജ്യമാണ്. ഇവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ എവിടെയെങ്കിലും ഒക്കെ വിറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഒരിക്കലും നമ്മളെ അതേ രീതിയിൽ മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു വലിയ ഫ്രെയിമിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിവരട്ടെ. വ്യക്തമാണ്. ഏതായാലും താങ്കളുമായി വീണ്ടും ഇത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സതി ബാബുരാജ് എനിക്ക് ഹായ് പറയുന്നുണ്ട്. ഹായ് മനു, ഗുഡ് ഈവനിങ്. വെൻ ഐ എം അറ്റ് ഹോം ഐ ഡെയിലി സീ ദിസ് പ്രോഗ്രാം. യു ആർ ഡെയിലി ബൂസ്റ്റ് ദിസ് പ്രോഗ്രാം ആൻഡ് യു ആർ ഗ്രേറ്റ് ആൻഡ് ബോൾഡ്. എൻ്റെ സതി ബാബുരാജ്, ഇത് വലിയ ഒരു അംഗീകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹവും സന്തോഷവും. ഏതായാലും ഈ പരിപാടി എല്ലാ ദിവസവും കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് അടുത്തൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേർന്ന ശ്രീമതി ജയയാണ്, കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് ശ്രീമതി ജയ. ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാൻ തോന്നുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ട്രംപിനെ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചാല്, ട്രംപിനെ നേരിടാനൊന്നും ഇപ്പൊ ഇന്ത്യക്ക് പറ്റത്തില്ല. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം എല്ലാം ഭയങ്കര പ്രോബ്ലത്തിൽ കിടക്കുക, എല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. തന്നെയല്ല, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ എന്താ അഭിമാനം കാണുന്നത്? ഈ ആളുകളെല്ലാം ഇങ്ങനെ പൂട്ടിട്ട് കൊണ്ടുവന്ന് ഇറക്കി അയാൾ ചെന്നതിന്റെ 2ാമത്തെ ദിവസമല്ലേ കുറച്ചുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ കരുതി അതിന് അടുത്ത ദിവസം വരുന്നവർക്ക് പൂട്ടും താക്കോലും ഒന്നും കാണത്തില്ലെന്ന്. വീണ്ടും അങ്ങനെ ചെയ്യുമ്പം ഇന്ത്യയെ പറ്റി ട്രംപ് എന്താ കരുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അങ്ങനെ നേരിടാനൊന്നും പറ്റത്തില്ല. നമുക്ക് മിണ്ടാതെ നമ്മളെ ഒരു ഇത് കളയാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് നല്ലത്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ശശിധരൻ VG പറയുന്നത് ഐ അഗ്രി വിത്ത് ദ വ്യൂസ് ഓഫ് മിസ്റ്റർ അജയ് കുമാർ എന്നാണ്. ഓക്കെ, അജയ് കുമാറിന് ശ്രീ ശശിധരൻ പിന്തുണ നൽകിയിരിക്കുന്നു. ഗോളാന്തരം പറയുന്ന അമേരിക്കയും റഷ്യയും കൂട്ടുകാരായി സൗദിയിൽ ചർച്ച നടത്തി എന്ന് പറയുന്നു. ഞാൻ മനുവിൻ്റെ വിമർശകനല്ല എന്ന് പറയുന്നു ഷാജി ഭാസ്കരൻ. ചില നിലപാടുകളെ വിമർശിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, അത് വിമർശിച്ചു, അല്ലാതെ സ്ഥിരം വിമർശകനല്ല എന്ന് ഷാജി ഭാസ്കർ പറയുന്നു. സാർ, ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞാണ് എൻ്റെ വിമർശകനാണെന്ന്. കാരണം എനിക്കറിയാം, സ്ഥിരമായി എന്നെ വിമർശിക്കുകയോ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ സ്ഥിരമായി പൊതുവേദി കാണില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് എന്നോട് എവിടെയൊക്കെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പൊതുവേദി കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ തിരുത്താനൊക്കെ ശ്രമിക്കും. അവർ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വിമർശിക്കേണ്ടതുണ്ടോ എന്ന് തോന്നും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിമർശനങ്ങളെ വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഉൾക്കൊള്ളുകയും വിമർശിക്കാനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അടുത്ത കോളർ നമുക്കൊപ്പം ബിനുകുമാർ ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ ബിനുകുമാർ എന്താണ് ചെയ്യുന്നത്?
ഏത് മേഖലയിലാണ് ജോലി എടുക്കുന്നത്? അതായത് നമുക്ക് അതെ, ഓരോ രാജ്യങ്ങൾക്കും നയതന്ത്ര തലത്തിലും നിയമങ്ങളിലും ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമമുണ്ട് സാർ. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാൻ ഒക്കൂന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ ഒക്കൂല. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ഭാരതീയർ ഇതേ രീതിയിൽ വിലങ്ങോക്കിട്ട് വരുമ്പോഴത്തേക്ക് കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കരമായ ഒരു വിഷമമുണ്ട്. ഓരോ രാജ്യത്തിന്റെ നിയമത്തെയും കൂടെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെ ട്രംപിന്റെ ഒരു രീതി നമുക്കറിയാം, ഒരു വെട്ടുപോത്തിന്റെ രീതിയാണ്. പിന്നെ നയതന്ത്ര തലത്തിൽ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് വിദേശ രാജ്യങ്ങളുമായി നല്ല രീതിയിൽ കൈകോർത്ത് പോകുമ്പോൾ പെട്ടെന്ന് പ്രധാനമന്ത്രിക്ക് എടുത്തു ചാടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല സാർ, നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങള് ഈ രാജ്യത്തേക്ക് പണം ഒഴുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങൾ പോലെ തന്നെ അമേരിക്കയിൽ നിന്നാണ്. നമുക്ക് ജീവിതമാർഗവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് അവിടുത്തെ പിന്നെ സർക്കാർ തലത്തിലുള്ള ഒരു എംപ്ലോയി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മളും പറയും ആ രാജ്യത്തെ പണക്കണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാന്നുള്ള രീതി. മാത്രമല്ല ഇതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാസമ്പന്നരായ ആളുകൾക്ക്, ഇന്ത്യയിൽ നിന്ന് പല വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നു എന്നത്, അല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ പ്രതിസന്ധിയാവും അല്ലേ? തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് ഇപ്പം അത് പെട്ടെന്ന് കയറി നമ്മളൊരു മറുപടി കൊടുത്തു. നമ്മളിപ്പോ പാകിസ്ഥാനായിട്ട് നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു തിരിച്ചടി കൊടുക്കുന്ന രീതിയിൽ അമേരിക്കയെ നമ്മുടെ കൂടെ നമ്മൾ നോക്കണം. നമ്മളും ആ രീതിയിൽ വളർന്നു വരികയാണ്. പക്ഷെ നമ്മൾ വളരുന്ന സമയത്ത് ഒരു കല്ലുകടിയ സാർ, എടുത്തിയാടി ഒന്നും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. വളരെ നല്ല കൃത്യമായ അഭിപ്രായം. ഗിരിജാദേവി എന്നൊരു പ്രേക്ഷക എന്നോട് പറയുന്നു, ഞാൻ ഡെയിലി ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം എല്ലാ ദിവസവും ഈ പരിപാടി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ആ കരുത്തും ഒക്കെ ഞങ്ങൾക്കാകുന്നത് ഈ പിന്തുണ തന്നെയാണ് പ്രേക്ഷകരുടെ. ഒപ്പം ശ്രീ ഗിരിജാദേവിയൊക്കെ ഒരു ദിവസം നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ച് നേരിട്ട് തന്നെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. കാരണം മാറുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര രീതികൾ മാറേണ്ടതുണ്ടോ എന്നാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് 65% ആളുകളും സങ്കീർണമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം 35% ആളുകൾ അങ്ങനെ കരുതേണ്ടതില്ല, ഇതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.